അവള് വരുന്നുണ്ട്. പറഞ്ഞവരെല്ലാം സെറ്റല്ലേ? ആ ഇവിടെ എല്ലാം ഓക്കെയാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ. അതെ 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 മോളെ, ഇനി വരുന്ന ഓട്ടോ ഒന്ന് പിടിച്ചു നിർത്തി തരുമോ? എനിക്ക് വയ്യാത്തോണ്ടാ മോളെ. പിന്നെന്താ വേറെ ഓട്ടോ വരുന്നു. പോണ്ടേ? എങ്ങോട്ട് പോനാ? ഓണ വഴിക്ക് ഇറക്കിയാ മതി. കേറിക്കോ. അപ്പൊ ശരി ഏട്ടാ. നന്ദിയുണ്ട് മോളെ. ശബ്ദിക്കരുത്, നീ മിണ്ടായിരിക്കടി. അണ്ണാക്കി പടക്കോട്ട് പിടിച്ചു വായും. നിനക്കൊന്നും തന്നെ അറിയത്തില്ല. പെട്ടെന്ന് ഡീലാക്ക്. തട്ടിക്കൊണ്ട് വന്നേക്കുക. നിർത്ത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ പറയുന്ന പൈസ നിന്റെ വീട്ടിൽ നിന്ന് തന്നില്ലെങ്കിൽ നിന്റെ ബലാസം ചെയ്യും. ഞാനാ? എനിക്കൊന്നും പറ്റുന്നില്ല. പോടാ. എന്താടാ നിനക്കവിടെ കഴിവില്ലേ? നീ ചെയ്യടാ. അതെ, ബലാസം ഒന്നും വേണ്ട. ആദ്യം വീട്ടിൽ വിളിക്കാം. അതിന് ശേഷം തീരുമാനിക്കാം എന്ത് വേണമെന്ന്. മികച്ച തീരുമാനം. നമ്പർ പറയടി. ഒരേക്ക് നമ്പർ പറയടി. ഇത്രയൊക്കെ കൊണ്ട് അഹങ്കാരം കണ്ടില്ലേ? നമ്പർ പറയണി മതിയാക്കി. കെട്ടായിട്ട് മാറ്റാ. എന്നാലും നമുക്ക് നമ്പർ പറയാൻ പറ്റും. നമ്പർ പറയണി. 90486399494447. ഇത് ഒരുപാടുണ്ടല്ലോ. എന്ത് ഞാൻ ആളെ വഴിയാക്കുന്ന എടുക്കരുത് കേട്ടോ. നമ്പർ പറയണി. 9048639973. അവനെ കാണുന്നില്ല. പൊടി വരാന്നും പറഞ്ഞിട്ട് വളരെ എവിടെ പോയി കിടക്കും. ബിസി. ഓപ്പനൊക്കെ എവിടാണെന്തോ. വീട്ടിൽ നേരെ സമയം ആയില്ലല്ലോ. നാശം പിടിച്ചാൻ മലയാളം പഠിപ്പിച്ച കമലാഷൻ കാമാഷൻ കാമാഷൻ. മോളെ അച്ഛാ, ട്യൂഷന് പോകാന്നും പറഞ്ഞോണ്ടല്ലേടി നീ വീട്ടിൽ ഇറങ്ങിയത്? ഇതാണോ നിന്റെ ട്യൂഷൻ സെന്റർ? എവനാണോ നിന്നെ പഠിപ്പിക്കുന്ന മാഷ്? എവനേതാ?
മോനെ ഞാൻ എവിടോ എടാ അനന്തു അല്ലേ നീ? അത് പിന്നെ സാറ് ഓ അത് വിഷ്ണു അല്ലേ? നിനക്കൊക്കെ എന്താണ് മക്കളെ ഇവിടെ പരിപാടി? സാറേ അത് പിന്നെ ഞങ്ങള് ചുമ്മാ ഈ എത്ര കൊല്ലമാടാ മക്കളെ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എന്തൊക്കെ പറയാ, സുഖം തന്നെ നിങ്ങൾക്കൊക്കെ? അച്ഛനറിയാമോ ഉമ്മാരെ? കൊള്ളാം, എനിക്ക് അറിയാവോന്നോ? ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് യവന്മാരൊക്കെ അന്ന് യവന്മാര് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ നീ വല്ലതൊക്കെ? അന്ന് നീയൊക്കെ പെൺപിള്ളാരുടെ ബാത്റൂമിനകത്ത് ഒളിക്യാമറ വെച്ചപ്പോ ഞാൻ അത് തൂക്കിയത് ഓർക്കുന്നോ? അന്ന് നിന്റെയൊക്കെ ഫ്രെയിം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീയൊക്കെ ഒരു നല്ല നിലയിലെത്തുന്നു, നീയൊക്കെ ഒരു കഴിവേറിയവന്മാരാന്ന്. സാർ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? അച്ഛൻ എന്തിനാ ഇവിടെ വന്നേ? അത് മോളെ ഞാൻ കുറച്ച് പൊടി വെക്കാനായിട്ട് മൂകിപ്പൊടി മോളിപ്പോ ഇവന്മാരോടല്ലേ കൂട്ട്. നന്നായി മക്കളെ, നല്ല കൂട്ടുകാരുടെ കൂടെ ഒക്കെ കൂട്ടുകൂടണം. ഇതെന്തോടാ ഇവിടെ പരിപാടി? അവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പ്രാങ്ക് ഷോ വല്ലോ ആണോ? ഓ അതിന്റെ ഇടയ്ക്കാണോ ക്യാമറ വെച്ചേക്കുന്നേ? ഇത് പ്രാങ്ക് ഷോ ഒന്നും അല്ല അച്ഛാ, എന്നെ ഇവര് കിഡ്നാപ്പ് ചെയ്തിരിക്കാ. കിഡ്നാപ്പോ? എന്തോടാ ഇതൊക്കെ? പോ സാറേ, കിഡ്നാപ്പോ? അയ്യേ, ഇമ്മേറെ സ്ഥലത്തൊക്കെ ഞാൻ കിഡ്നാപ്പ് ചെയ്യോ? പിന്നെ നമ്മൾ സാറിന് സർപ്രൈസ് വേണ്ടി ചെയ്തല്ലേ, കണ്ടില്ലേ? ഇതൊക്കെ എന്ത് സാറേ? അയ്യേ, എനിക്കും തോന്നിയപ്പോഴേ എന്റെ പിള്ളേരൊന്നും അങ്ങനെ പിഴച്ചു പോകത്തില്ല. എന്തായാലും കണ്ടത് ഭയങ്കര സന്തോഷം മക്കളെ. പ്രാങ്കൊക്കെ കഴിഞ്ഞോ? ഞാൻ മോളങ്ങോട്ട് പോട്ടെ. ശരി പാടി അയ്യോ അച്ഛാ, പുറത്ത് എന്തുടങ്ങ്? ആ നോക്കാം. ഇതാറ് പിടി പിടി പിടി, ബാബാ പിടി. നീ എങ്ങോട്ടാടി ഓടുന്നേ? അച്ഛനെ കാണാൻ വിഷമിച്ചു പോയി. മോളാ നമുക്ക് രണ്ട് അന്തേ. ഇങ്ങനെ ഞാൻ ഇവിടെ കണ്ടോണ്ടല്ലേ? ഇങ്ങനല്ലേ ഞാൻ പൊടി കൊടുക്കുന്നേ? ഇങ്ങനെ ആരാ? ഇയാളെ എന്റെ ഒറിജിനൽ തന്ത. ഐ ആം ട്രാപ്ഡ്. എന്തുവാണ് അവിടെ രണ്ടെണ്ണം കൂടെ അടക്കം പറയുന്നേ? എന്തായാലും പെട്ട് ചോദിച്ചു കേട്ടില്ലേടി? ആരുടെ ഇത്? ഏതാ നീ? ഞാനോ? ഞാൻ തന്തയാണ്. തന്ത. തന്തയോ? അപ്പൊ പിന്നെ ഞാൻ ആരാടാ? സാറില്ലാത്ത നേരത്തെ കാണാം. No, that's not possible. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചെങ്കിലോ? ഇല്ലില്ല, ഞാൻ തന്നെ അവളെ തന്ത. അത് താനെന്ന് പറഞ്ഞാൽ മതിയോ? അന്നൊരു നിലാവുള്ള രാത്രി ഞാനും എന്റെ സുമതിയും അന്ന് താനോടില്ല. അതിന് എന്റെ പെണ്ണുപിള്ളയുടെ പേര് സുമതി എന്നല്ലല്ലോ. ഞാൻ പറയടാ, അവൾ എന്നെ ചതിക്കത്തില്ല. അത് ഞാൻ സ്നേഹം കൂടുമ്പോ സുമതി ഗിരിച്ചെന്ന് പഠിച്ച് എന്നും വിളിക്കും. തനിക്കെന്തോ താപ്പോടോ. നിർത്തടാ, ആരെ തന്തേ നീയൊക്കെ ഒരു തീരുമാനിച്ചെത്ത്? അതൊന്നും എനിക്ക് തന്തയില്ല. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ച പേരിരിക്കും പറഞ്ഞ് വളർത്തിയെടുത്ത് എന്റെ പിഞ്ചോപനെ നീ കൂടെ തന്തയില്ലാത്തവളാക്കിയല്ലോടാ. എത്ര ലജ്ജാവഹം. എനിക്ക് തന്തയില്ലെന്ന് പറയാൻ നീ ഏതാടാ? നിന്റെ തന്ത ഏതാടാ? എന്റെ തന്തയാ നിനക്കറിയത്തില്ല. നീ എന്റെ അടുത്ത് വെക്ക് എന്റെ തന്തയെന്ന്. അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞുതരാ എന്റെ തന്തയാന്ന് നിന്റെ തന്തയെന്നാണ്. സാറെത്ര സംശയം സാറിന്റെ പെണ്ണുമോട് ചോദിക്കാറേ. സാവിത്രി എന്താ ചേട്ടാ? അവൻ പറയുന്ന അവന്റെ മോളാണെന്ന്. ഇവിടെ എന്തോ നടക്കുന്നേ? ഏതാടാ നീ? എനിക്കറിയത്തൊന്നുമില്ല ഇവനെ. ഓ, നീ എന്നെ മറന്നല്ലേ? നീ എന്നെ പറഞ്ഞാലോ നിലാവളെ രാത്രി മറക്കരുതായിരുന്നു. സാവിത്രി അയ്യോ, ഒരു പെണ്ണ് 16 തന്ത. എന്തോ പെണ്ണുമുള്ള ഇതൊക്കെ? അണ്ടേ അനാവശ്യമായി ചെപ്പുക്കാൻ അടിച്ചാൽ ഗവൺമെന്റ് ഞാനായിക്കോളും തന്താ. സുഭാഷ് ഇവനെ നരയുണ്ടായിരുന്നല്ലോ. ഇവന്റെ നര എന്തിയെ? ഓ തേഞ്ഞു. അപ്പൊ കാമാക്ഷ, തന്റെ ഈ തൊഴിഞ്ഞ പെണ്ണുമുള്ള പറഞ്ഞ ചെറുക്കന്റെ കരണം പൊളിഞ്ഞ്. ഓ ഇപ്പൊ അത് മാത്രമാണ് നിനക്കൊക്കെ പ്രശ്നം. നീ കൂടി എന്നെ മോളെ തട്ടിക്കൊണ്ടുവന്നല്ലോ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായി. പക്ഷെ അതൊരു കണക്ക് നന്നായി. അവന്റെ കള്ളക്കളി മൊത്തം ഇവിടെ പൊളിഞ്ഞില്ലേ? ആ ശരിയാ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലേ. ഇനി പ്ലാൻ മാറ്റി പിടിക്കാം. അച്ഛ അനുഗ്രഹിക്കണം. അച്ഛ ഞങ്ങളെ ഇഷ്ടത്തിലായിരുന്നു. ആ കാര്യം വരുമ്പോൾ വേണ്ടി അച്ഛന്റെ വീട്ടിലോട്ട് വരായിരുന്നായിരുന്നു. ആ സമയത്ത് അവന്മാരോട് തട്ടിക്കൊണ്ടുപോയത് അപ്പൊ അവളെ രക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ വേഷം കെട്ടി ഞാൻ അവിടെ വന്നു. അച്ഛൻ അവിടെ കല്യാണം നടന്നു തരണം. ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ.
ഈ കണ്ണാടി എടാ മണിയാ നീയാ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നിങ്ങൾക്ക് ഇവനെ അറിയാമോ? അതൊന്നുമില്ല. എടാ പൊടിയൻ മണിയാ, നീ എന്നെ പൊടി നിന്ന് മൈകേറ്റ് നൈസായിട്ട് എന്റെ മോളെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നല്ലേടാ. നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. ഞാൻ എന്റെ മോളെ കെട്ടിച്ചേർത്തില്ല. നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ പൊടിയിരുന്ന കാര്യം ഞാൻ നാട്ടിൽ പാട്ടാക്കും. വെറുതെ പൈസ കറുത്ത് പെരുദോഷം കേൾക്കണം. ശരിക്കും പാട്ടാക്കും, ശരിക്കും. കണ്ടില്ലേ നമ്മുടെ സൽപുത്രിയുടെ വരനാണ് ഇരിക്കുന്നത്. ഇവരെ ഞാൻ എന്റെ കൊച്ചിന്റെ വരനായിട്ട് സെലക്ട് ചെയ്ത്. ഇതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് കൊടി കഴി. കൺഗ്രാജുലേഷൻസ്. കൂടുതലൊക്കെ പിടിക്കണ്ട, ഞങ്ങളുടെ ലക്ഷം പിടിക്കാ. ഒന്നുമില്ല, തിരികെ കൊടി. ഓഹോ, അപ്പൊ വന്നവനും പോയവനൊക്കെ ഒന്നായ സ്ഥിതിക്ക് നമ്മൾ ഔട്ടായില്ലേ? നീ അടി കിട്ടിയോ? നിക്കടാ അവിടെ. ആ പിന്നെ നമ്മൾ എന്താ ചെയ്യണോടാ? നീയൊക്കെ കാരണം ഇതല്ല ഇങ്ങനെ ആയത്. നിന്റെ അടുത്ത് ആരോടെ പറഞ്ഞ എന്റെ കൊച്ചിനെ ഇവിടെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വരാനായിട്ട്? അതുകൊണ്ടല്ലോടാ ഈ നാറി എനിക്ക് അവനെ കെട്ടിച്ചു കൊടുത്തേക്കാണ്. ഒന്നുമില്ല, നീയൊക്കെ തന്നെ അതിനെല്ലാം കാരണം. നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുണങ്ങളാണ് നമ്മളിപ്പോ ഇങ്ങനെ ആയത്. ആഹാ, ഇപ്പൊ അവസാനം എല്ലാം കൂടെ സാറുമാരുടെ പടലിക്ക് തന്നെ കൊണ്ടുപോയിടാ. നിനക്കൊക്കെ വേണമെങ്കിൽ നീ നന്നാവണമായിരുന്നടാ. നിന്റെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു നിന്നെയൊക്കെ ഞാൻ അടിച്ചു വളർത്തിയത്. അവസാനം ഇതെല്ലാം പഴിച്ചു പോയപ്പോ അതെല്ലാം കൂടെ സാറുമാരുടെ പടലിക്ക് കൊണ്ടുപോയിടുന്നു. ഇതൊന്നും കൂടെ ശരിയാവത്തില്ല. ഓ ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യം. വാ പോവാം, തൂക്കപ്പിള്ളേരായി പോയില്ലേ, അതിനെ കുത്തി കൊന്നൊക്കെ ഇനി ജീവിക്കാം. വാടാ. പോട്ടെ, വാ നമുക്ക് എന്തായാലും ഇനി ഒരു കുടുംബമായിട്ട് ജീവിക്കാം. പിന്നെ പൊടി ബിസിനസ് ചെയ്ത് കിട്ടുന്ന 50% ഇനി തൊട്ട് എനിക്ക് എന്തോ